ഈ യോഗം ലീഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ, നമ്മുടെ സെൻട്രൽ മിനിസ്റ്റർ ഡാനിയൽ പാസ്റ്റർ അവറുകൾ, വൈസ് പ്രസിഡന്റ് കെ.പി. രാജൻ പാസ്റ്റർ അവറുകൾ, സസിലായിരിക്കുന്ന ദൈവദാസന്മാർ, ദൈവദാസിമാർ, കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും മാതാപിതാക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. സ്തോത്രം. നമ്മുടെ കൺവെൻഷൻ്റെ 3-ാം ദിവസം പ്രഭാതത്തിൽ ദൈവവചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹത്തിൻ്റെ 5 ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ആമേൻ. സ്തോത്രം. 2 ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. 2 രാത്രി യോഗങ്ങളിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ദൈവദാസന്മാരിൽ കൂടെ നമുക്ക് കേൾക്കുവാനിടയായി. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമുക്കിവിടെ ആയിരിക്കുവാൻ ദൈവം ഉപവാസ പ്രാർത്ഥനയായിട്ട്, സംയുക്ത ഉപവാസ പ്രാർത്ഥനയായിട്ട് കടന്നു വരുവാൻ ദൈവം ഇടയാക്കി. ആമേൻ. സ്തോത്രം. പ്രാരംഭ ദിവസം പാസ്റ്റർ പറഞ്ഞൊരു വാക്യമുണ്ട്, ഒരു വാചകമുണ്ട്. സ്തോത്രം. ഈ 5 ദിവസങ്ങളിൽ ഇവിടെ ഉയരേണ്ടത് ഒരൊറ്റ നാമമാണ്. ആമേൻ. സ്തോത്രം. അത് യേശുവിൻ്റെ നാമം മാത്രമാണ്, നമ്മുടെ കർത്താവിൻ്റെ നാമം മാത്രമാണ് ഉയരേണ്ടത്. ആമേൻ. നാം ഉയർത്തേണ്ടത് നമ്മളുടെ സ്തോത്രവും സ്തുതികളുമാണ് നാം ഉയർത്തേണ്ടത്. ആമേൻ. നാം കേൾക്കേണ്ടതും പറയേണ്ടതും ആമേൻ ദൈവവചനമാണ്. ആമേൻ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ് ഈ ദിവസങ്ങളിൽ നാം കേൾക്കേണ്ടതും പറയേണ്ടതുമെല്ലാം. ആമേൻ. സ്തോത്രം. നമ്മുടെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനമല്ലാത്തതൊക്കെയും നമ്മൾ അനവധി കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ കേൾക്കാൻ ഇടവരാറുണ്ട്. അതിലൊന്നും നാം ശ്രദ്ധിക്കാതെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾ ശ്രദ്ധിക്കണം. എനിക്ക് ശേഷം 2 അഭിഷിക്തന്മാർ സംസാരിക്കാനുണ്ട്. ഷോർട്ട് മെസ്സേജാണ് എൻ്റെ കർത്തവ്യം, എങ്കിലും വലിയൊരു മെസ്സേജാണ്. അത് വളരെ ചുരുക്കമായിട്ട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം എനിക്ക് തന്ന ചില സന്ദേശങ്ങൾ, ചില ചിന്തകൾ ഒന്നിച്ച് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. സ്തോത്രം. എന്താ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 16-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം. സ്തോത്രം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ആമേൻ. സ്തോത്രം. വായിക്കാം അടുത്ത വാക്യം. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിൻ്റെ വചനം എല്ലാം നല്ലതാണ്, എങ്കിൽ പോലും വളരെ ചിന്തനീയമായിട്ടുള്ളൊരു വാക്യമാണിത്. ആമേൻ. സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം നമുക്കറിയാം. ആദ്യ 3 സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. വ്യത്യസ്ത സമൂഹങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തുവിനെ പ്രത്യേക രീതിയിൽ ഉയർത്തുന്ന സുവിശേഷങ്ങൾ ആണ് അതെങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം എല്ലാ കാലത്തുമുള്ള എല്ലാ തരത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി എഴുതിയിട്ടുള്ള സുവിശേഷമാണ് യോഹന്നാൻ്റെ സുവിശേഷം. യോഹന്നാൻ്റെ സുവിശേഷം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു. അപ്പോൾ തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം എന്ന് പറയുന്നത്, നാം വായിച്ച വാക്യത്തിൻ്റെ അധ്യായം എന്ന് പറയുന്നതും ആ സുവിശേഷത്തിൽ വേറിട്ട് നിൽക്കുന്ന ഒരു അധ്യായമാണ്. ആമേൻ. സ്തോത്രം. എന്തുകൊണ്ടാണ് അത്? ക്രിസ്തു തന്നെ ഈ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ഞാൻ ആരാണെന്ന്. ക്രിസ്തു തന്നെ, യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ഞാൻ ജീവനാകുന്നു, ഞാൻ ആരാകുന്നു എന്ന് ഒരുപാട് സന്ദർഭങ്ങളിൽ ഈ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. ഇവിടെ നാം 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ കാണുന്നു, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും ആമേൻ എൻ്റെ പിതാവ് തോട്ടക്കാരനുമാണ്. അതെ, ക്രിസ്തു പറയുകയാണ് മുന്തിരിവള്ളിയുടെ അനുഭവം, തോട്ടക്കാരൻ, അതുപോലെ തന്നെ ഫലം കായ്ക്കുക, ക്രിസ്തുവിൽ വസിക്കുക, ഇങ്ങനെ ഒട്ടേറെ ചിന്തകൾ കൊണ്ട് വളരെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ചിന്തകൾ കൊണ്ട് സമ്പന്നമാണ് 15-ാം അധ്യായം. യോഹന്നാൻ്റെ സുവിശേഷം വേറിട്ട് നിൽക്കുന്നത് പോലെ തന്നെ 15-ാം അധ്യായം വേറിട്ട് നിൽക്കുന്നു. ക്രിസ്തുവിൽ വസിക്കുക. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ, ചിന്തകളുണ്ട്. അപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാനത് അവിടെ വിടുകയാണ്. നമ്മൾ അതിൽ നിന്നാണ് ഒരു വാക്യം വായിച്ച്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ആമേൻ. സ്തോത്രം. നമ്മളെ തിരഞ്ഞെടുത്തു, അതാണ് ഇവിടെ പ്രസക്തി. നമ്മൾ അവനെ കർത്താവിനെ തിരഞ്ഞെടുത്തു എന്നല്ല, നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവമക്കളെ, നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളെ യഥാർത്ഥമായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ആമേൻ. സ്തോത്രം. നമ്മളെ തിരഞ്ഞെടുത്തു. എന്തിനാണ് തിരഞ്ഞെടുത്തത്? പോയി ഫലം കായ്ക്കാൻ. ഈ പോയി എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഒരു വാക്ക് അവിടെ ചേർത്തതല്ല,
പോയി എന്നുള്ളതിന് അർത്ഥമുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മളൊരു എഫേർട്ട് എടുത്ത് ഫലം കായ്ക്കുക എന്നുള്ളതാണ് ആ വാക്യത്തിൽ കൂടെ നമ്മൾ കാണുന്നത്. നമ്മൾ പോകണം. നമ്മൾ തനിയെ ഫലം കായ്ക്കാൻ പറ്റില്ല. നമ്മൾ അതിനുവേണ്ടി ഫലം കായ്ക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ പോയി ഫലം കായ്ക്കുന്നതിനും നിങ്ങളെ നിലനിർത്തുന്നതിനും വേണ്ടി ആക്കി വെച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നമ്മുടെ വാക്യം അതാണ്. ഫലം കായ്ക്കുന്നതും ഒക്കെ ഈ അധ്യായത്തിലൊക്കെ വളരെ വിശദമായിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാഗം അതല്ല. തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവീക തിരഞ്ഞെടുപ്പ്. ആമേൻ, സ്തോത്രം. നാം ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തു. ആമേൻ. മഹത്വമുള്ള ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി ദൈവം ചിലരെയൊക്കെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ ദൈവീക പദ്ധതികൾ, ദൈവീക പരിപാടികൾ ലോകത്തിൽ നടപ്പാക്കാൻ വേണ്ടി ചില അഭിഷിക്തന്മാരെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത്തരം ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞ് അല്പസമയം ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം വായിച്ച വാക്യത്തിൽ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. ദൈവീക പദ്ധതികൾ നടപ്പാക്കുവാൻ വേണ്ടി ദൈവം കാലാകാലങ്ങളിൽ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആമേൻ. ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ വർദ്ധിച്ചു വന്നു. അവസാനം ആ വർദ്ധിച്ചു വരും തോറും മനുഷ്യൻ്റെ ദുഷ്ടത ഭൂമിയിൽ വലുതായി. ആമേൻ, സ്തോത്രം. ആ ദുഷ്ടത വലുതായി. അവൻ്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെ എപ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. ആമേൻ, സ്തോത്രം. അങ്ങനെ ദൈവം ഭൂമിയെ നശിപ്പിക്കാനായിട്ട് ആ ഒരു മഹാപ്രളയം ഉണ്ടാക്കി നശിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. അവിടെ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹിതൻ, ദൈവത്തോട് കൂടെ നടന്ന നോഹയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. നോഹയെ തിരഞ്ഞെടുത്ത് എൻ്റെ തലമുറയിൽ നീതിമാനും നിഷ്കളങ്കനുമായ ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തു. നോഹയെ ദൈവം തിരഞ്ഞെടുത്തു. അതിനുശേഷം അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. സകല വംശങ്ങൾക്കും അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി, വിശ്വാസികളുടെ പിതാവായി തീരുവാൻ വേണ്ടി അതെ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തു. അത് കഴിഞ്ഞ് സ്വന്തം ജനത്തിൻ്റെ കഷ്ടത, മിസ്രൈമിൽ കഷ്ടത കണ്ട ദൈവം ലക്ഷക്കണക്കിന് ആളുകളെ അവിടുന്ന് മോചിപ്പിച്ച് അതേ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇതാ ഒരു മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആമേൻ, സ്തോത്രം. അതേ മോശയെ ദൈവം തിരഞ്ഞെടുക്കുക, മുൾപ്പറപ്പിൽ പ്രത്യക്ഷനായിട്ട് തിരഞ്ഞെടുക്കുക. ആ ഭാഗമൊക്കെ നമുക്കറിയാം. അതിനുശേഷം ഇതാ ന്യായാധിപന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. വിവിധ തുറകളിൽപ്പെട്ട ന്യായാധിപന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നു ന്യായപാലനം നടത്തുവാൻ. അതിനുശേഷം ഒരു രാജാവ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതാ ഇസ്രായേൽ തോൾ മുതൽ പൊക്കമുള്ള ഒരു മനുഷ്യരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ചീട്ടിട്ട് തിരഞ്ഞെടുക്കുന്നു. ശൗലിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആമേൻ, സ്തോത്രം. അതിനുശേഷം തിരഞ്ഞെടുത്ത രാജാവ് ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കാതെ ഭോഷത്വം പ്രവർത്തിച്ചപ്പോൾ അതിന് പകരമായിട്ട് നീക്കിക്കളഞ്ഞിട്ട് ദൈവം ഒരാളിനെ തിരഞ്ഞെടുക്കുന്നു. ദാവീദിനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. അവിടെ ആ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊക്കെ അല്പം വിശദമായിട്ട് പറയുന്നുണ്ട്. യിശായി പുത്രന്മാർ ഓരോരുത്തരും, മൂത്ത ആള് എലിയാബ് നിൽക്കുമ്പോൾ യിശായിയുടെ മനസ്സിൽ ഒരാൾ ഇതായിരിക്കും രാജാവ്, അഭിഷിക്തൻ ഇതായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. എന്നാൽ ശമൂവേലിനോട് പറയുന്നൊരു വാക്യമുണ്ട്. ശമൂവേലിനോട് ദൈവം പറയുകയാണ്. 1 ശമൂവേൽ 16-ാം അധ്യായം 6-7 വാക്യങ്ങളൊന്ന് വായിച്ചാൽ നമുക്കത് മനസ്സിലാകും എന്താണ് ദൈവം പറയുന്നത്. ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 1 ശമൂവേൽ 16-6-7. യഹോവയുടെ മുമ്പേ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. എങ്കിലും യഹോവ ശമൂവേലിനോട്, ആമേൻ, സ്തോത്രം, യഹോവ ശമൂവേലിനോട് പറയുകയാണ്. വായിച്ചേ. അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്. ആമേൻ, സ്തോത്രം. ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. ആമേൻ. ദൈവിക തിരഞ്ഞെടുപ്പിന് മുഖമോ പൊക്കമോ നമ്മുടെ കളറോ മറ്റോ ഒന്നുമല്ല ബാധകം. അങ്ങനെയല്ല ദൈവിക തിരഞ്ഞെടുപ്പ്. പിന്നെ വായിച്ചേ. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല. മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവ ഹൃദയത്തെ നോക്കും. ആമേൻ, സ്തോത്രം. യഹോവ ഹൃദയത്തെ നോക്കുന്നു. ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ കാണുന്നൊരു കർത്താവിന് മുമ്പിലാണ് നാം ഇരിക്കുന്നത്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവിക തിരഞ്ഞെടുപ്പിന് മറ്റു മാനദണ്ഡങ്ങളൊന്നും ബാധകമല്ല. ദൈവികം. ആമേൻ. മനുഷ്യൻ നിബന്ധനകൾ വെച്ച്, ആമേൻ, മനുഷ്യൻ നിയന്ത്രണങ്ങൾ വെച്ച് തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം അതൊന്നും നോക്കുന്നില്ല. മനുഷ്യൻ യോഗ്യത നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ
യോഗ്യതയില്ലാത്തവനെ ഒന്ന് ചേർത്ത് നിർത്തുന്നതാണ് നമ്മുടെ കർത്താവ്. യോഗ്യതയില്ലാത്തവനെ ചേർത്ത് നിർത്തുന്ന നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ആത്മാക്കളെ തൂക്കി നോക്കുന്ന കർത്താവ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അറിയുന്നൊരുവൻ. അവൻ നമ്മുടെ മുഖമോ പൊക്കമോ ഒന്നും നോക്കിയല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത് അവൻ നമ്മുടെ ഹൃദയത്തെ നോക്കിയാണ്. ദാവീദിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇസ്രായേലിൻ്റെ പിന്മാറ്റക്കാലത്ത് പാപബോധം വരുത്തുവാനും അവരെ വഴിക്ക് കൊണ്ടുവരുവാനും പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആമേൻ, കാട്ടത്തിപ്പഴം ശേഖരിക്കുന്ന, ആമേൻ, സ്തോത്രം, ആമേൻ, ആട്ടിടയനായ മനുഷ്യൻ മുതൽ രാജവംശത്തിൽപ്പെട്ടവർ വരെ, ആമേൻ, പുരോഹിത വംശത്തിൽപ്പെട്ട പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. ആമേൻ, സ്തോത്രം, അവരിൽ പാപബോധം വരുത്തി നേർവഴി കൊണ്ടുവരാൻ. ദൈവിക തിരഞ്ഞെടുപ്പ് അങ്ങനെയാണ്. ദൈവത്തിന് കർഷകനെന്നോ അങ്ങനെ ഒന്നും ഒരു ബാധകമല്ല. ഹൃദയങ്ങളെ നോക്കുന്നവൻ തിരഞ്ഞെടുക്കുകയാണ്. ആമേൻ, ആ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗം അങ്ങനെ അവിടെ അവസാനിപ്പിക്കുകയും പുതിയ നിയമത്തിലും നാം തിരഞ്ഞെടുപ്പുകളെക്കുറിച്ച് കാണുന്നു. ആമേൻ, സ്തോത്രം. കർത്താവിനെ അനുഗമിച്ചെങ്കിലും ശിഷ്യന്മാരെയും അത് തിരഞ്ഞെടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആ പുതിയ നിയമത്തിലെ ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ആമേൻ, സ്തോത്രം. ഒരു വലിയ പദ്ധതി, ഒരു വലിയ പദ്ധതി, മോശയ്ക്ക് വലിയൊരു പദ്ധതിയാണ് ദൈവം കൊടുത്തത്. അത് നയിക്കുവാൻ മോശയ്ക്ക് പദ്ധതി കൊടുത്തു. അതുപോലെ തന്നെ നോഹയോട് പറഞ്ഞത് ഒരു പെട്ടകം ഉണ്ടാക്കി രക്ഷയ്ക്കായിട്ട്. അതുപോലെ മോശയെ നയിക്കാൻ, ഇതുപോലെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നാം കാണുന്നു. ആമേൻ, സ്തോത്രം. അത് നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് കാണാം. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു വാചകമുണ്ട്. ആമേൻ, അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. നിങ്ങളുടെ മേൽ ഒന്ന് വായിക്കാമോ പ്ലീസ്? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂലോകത്തിലെല്ലായിടത്തും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. ആമേൻ, സ്തോത്രം. ഈ വചനം ഈ ലോകം മുഴുവൻ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് പോകണം. അവൻ കർത്താവിൻ്റെ സാക്ഷികളായിട്ട് പോകാൻ കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ്. അതിനായിട്ട് ആദ്യം അപ്പോസ്തലന്മാരെ നിയോഗിക്കുകയാണ്. അതിനായിട്ട് മറ്റുള്ളവരെ ഒക്കെ നിയോഗിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ജാതികളുടെ ഇടയിൽ സുവിശേഷം വേണം. ആമേൻ, ആദ്യകാലങ്ങളിലൊക്കെ യഹൂദ ജനത്തിൻ്റെ ഇടയിൽ മാത്രം നടന്ന ആ സുവിശേഷ പ്രചരണം, ആ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അതുകൊണ്ട് മാത്രമായില്ല. ഭൂലോകം, നമ്മൾ വായിച്ചത് അങ്ങനെയാണ്, ഭൂലോകം മുഴുവൻ സുവിശേഷം, ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് യേശു ക്രിസ്തു വന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്. ദൈവം ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്കായിട്ടാണ് ഏകജാതനായ പുത്രനെ അയക്കുന്നത്. ആമേൻ, സ്തോത്രം. അതെ, അതുകൊണ്ട് ലോകത്തിൽ മുഴുവൻ സുവിശേഷം വ്യാപിപ്പിക്കണം. യഹൂദന്മാരുടെ ഇടയിൽ മാത്രം പോരാ, ജാതികളുടെ ഇടയിലും സുവിശേഷം വ്യാപിപ്പിക്കണം. അതിനുവേണ്ടി ദൈവം തെരഞ്ഞെടുത്തത് ദൈവം പത്രോസിനെ ദൈവം തെരഞ്ഞെടുക്കുകയാണ്. അല്ലെങ്കിൽ പത്രോസിന് ദൈവം നിയോഗം കൊടുക്കുകയാണ് ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ. പത്രോസ് തുടക്കക്കാരനായെങ്കിലും പൂർത്തിയാക്കുന്നത് പൗലോസ് ആണെങ്കിലും നമ്മളിവിടെ ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കാണുന്നത്. എന്നാൽ പത്രോസ് അതിന് നിയോഗിക്കപ്പെട്ട് തിരഞ്ഞെടുത്തെങ്കിലും ജാതികളുടെ ഇടയിൽ നിന്നും ഒരാളിനെ അതിന് കണ്ടെത്തേണ്ടതുണ്ട്. നമ്മൾ ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കുകയും ജാതികളുടെ ഇടയിൽ നിന്നും ഒരു ശക്തനായ ഒരാളിനെ എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരാളിനെ കണ്ടെത്തി ആ ആളിൻ്റെ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ. പെട്ടാൽ കൊർന്നല്യോസ് എന്നു പേരുള്ള ശതാധിപനുണ്ടായിരുന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. നമുക്ക് നോക്കാം, ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു ശതാധിപൻ. പട്ടാളത്തിലാണ്, അല്ലേ? ഇത്താലിക്ക എന്ന പട്ടാളത്തിലാണ്, റോമൻ ഗവൺമെൻറ് ഒരു പട്ടാളത്തിൻ്റെ കൈസരിയയിലുള്ള പട്ടാളത്തിൻ്റെ ഒരു റെജിമെൻറ്റിൻ്റെ ഒരു ഓഫീസറാണ്. ആമേൻ, സ്തോത്രം. ഒരു ഓഫീസറാണ്. ഒരു പട്ടാള ഓഫീസറെ കുറിച്ച് നമുക്കറിയാം. 24 മണിക്കൂറും പട്ടാള ക്യാമ്പിൽ കഴിയുകയും മറ്റുള്ള ജോലികളെ അപേക്ഷിച്ച് യാതൊരു സാധ്യതയുമില്ലാത്ത, അല്ലെങ്കിൽ സമയമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനൊന്നും പ്രവർത്തിക്കാനോ സുവിശേഷ പ്രചരണത്തിനോ ഒന്നും കഴിയാത്തൊരു മനുഷ്യനാണ് പട്ടാള ക്യാമ്പിലുള്ളത്. കൈസരിയയിലുള്ള ഒരു ശതാധിപനാണ്. 100 ഓഫീസർമാരുടെ ഒരു അധിപനാണ്. അപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ, മാനുഷ്യ ദൃഷ്ടിയിൽ നമ്മൾ തോന്നും, ശതാധിപനെയാണോ ഇതിന് തിരഞ്ഞെടുക്കുന്നത്? സ്തോത്രം. ശതാധിപനോ? മനുഷ്യ ദൃഷ്ടിയിൽ നമ്മളോ? നമുക്കൊരു ഒറ്റ വാചകമുള്ള ആളിനെ നമ്മൾ
തിരഞ്ഞെടുക്കുകയില്ല. എന്നാൽ ദൈവം അതല്ല കണ്ടത്. നമ്മൾ നേരത്തെ വായിച്ചു, അവൻ ഹൃദയങ്ങളെ നോക്കുന്നു. സ്തോത്രം. ഇവിടെ പട്ടാള ഓഫീസറാണ്, 24 മണിക്കൂറും പട്ടാള ക്യാമ്പിൽ കഴിയുന്നുള്ള പരിമിതി ദൈവത്തിന് ബാധകമല്ല. നോക്കാം, നമുക്ക് താഴോട്ട് നോക്കാം എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ. അവൻ ഭക്തനും സകല ഗ്രഹത്തോടും കൂടി ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു. ധർമ്മം കൊടുത്തു പോകുന്നു. ആമേൻ, സ്തോത്രം. 3 ഗുണങ്ങൾ നമ്മളിവിടെ കാണുന്നു. കൊർന്നല്യോസിൻ്റെ ഗുണങ്ങൾ: ഭക്തനായിരുന്നു, ദൈവത്തെ ഭയപ്പെടുന്നവനായിരുന്നു, ധർമ്മം കൊടുക്കുന്നവനായിരുന്നു. ആമേൻ, സ്തോത്രം. നമ്മുടെ ദൃഷ്ടിയിൽ തോന്നുന്നു സുവിശേഷം പ്രചരിപ്പിക്കാൻ ഇവിടെ എത്രയോ ആളുകൾ പഠിച്ചു നിൽക്കുന്നു, അല്ലെ പൂർണ്ണ സുവിശേഷകരായിട്ടുണ്ട്. അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ ഒരു ശതാധിപനെ എടുത്തു. ആ ശതാധിപന് ചില ഗുണങ്ങളുണ്ട്. അത്രയും ഗുണങ്ങളുള്ള സുവിശേഷകന്മാരിവിടെ ഉണ്ടല്ലോ, എന്തുകൊണ്ട് അവരെ തിരഞ്ഞെടുത്തില്ല എന്ന് തോന്നും. നമുക്ക് കുറേ ഗുണങ്ങൾ കൊർന്നല്യോസിൽ നമുക്ക് കാണാൻ കഴിയും. 4-ാമത്തെ വാക്യം, അടുത്ത വാക്യം ഒന്ന് വായിച്ച്. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമേൻ, സ്തോത്രം. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രത്യേക ഗുണം. ആമേൻ, സ്തോത്രം. സുവിശേഷന്മാർ ഒരുപാടുണ്ടാകാം നാട്ടിലൊക്കെ. പക്ഷേ അവർ ഭക്തരായിരിക്കാം, ധർമ്മം കൊടുക്കുന്നവരായിരിക്കാം, ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കാം, നല്ല വചന ഗ്രാഹ്യമുള്ളവരായിരിക്കാം. എന്നാൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരധികം ഉണ്ടാകുകയില്ല. ആമേൻ, സ്തോത്രം. എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ ഗുണമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ശീലമുള്ളവർക്ക് ദൈവം ചിലതൊക്കെ കൊടുക്കും. അടുത്ത വാക്യം ഒന്ന് വായിച്ച്. ദർശനത്തിൽ ദൂതൻ അടുത്ത് വരുന്നു. അപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവന് ദൈവം എന്ത് കൊടുക്കും? ദർശനം കൊടുക്കും. ആമേൻ. ദർശനം എന്ന് പറഞ്ഞാൽ അത് നിയോഗിക്കപ്പെട്ടവർക്ക്, അത് ഇച്ചിരി പ്രാധാന്യമുള്ളവർക്കേ കൊടുക്കുകയുള്ളൂ. ആമേൻ, സ്തോത്രം. ഇവിടെ കൊർന്നല്യോസ് ചില ഗുണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 3 ഗുണം വായിച്ചു. 4-ാമത് എപ്പോഴും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്നതിന് ദൈവം ദർശനങ്ങൾ കൊടുക്കും. ആമേൻ. ദർശനങ്ങൾ 5 ഗുണങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ 5 ഗുണങ്ങൾ അടുത്തത് വായിക്കാം. ദർശനത്തിൽ എന്താണ് കണ്ടത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ വായിച്ചിട്ട് നമുക്ക് 1-2 ഗുണങ്ങളൂടെ കൊർന്നല്യോസിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. വായിക്കാം. ഭയപരവശനായി നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവത്തിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ്. ആമേൻ, സ്തോത്രം. യോപ്പയിലേക്ക് ആളയച്ച് ശീമോനെ വരുത്തുക. പത്രോസ് ദർശനത്തിൽ ദൈവം കൊടുത്ത നിയോഗം ഇപ്പോൾ തന്നെ ആളയച്ച് യോപ്പയിൽ പത്രോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ട്, ഒരു സുവിശേഷകനുണ്ട്, ഒരു അപ്പോസ്തലൻ. പത്രോസിനെ വരുത്തുക എന്ന് മാത്രമേ ദൂതൻ പറഞ്ഞുള്ളൂ. ദൂതൻ അപ്രത്യക്ഷനായി. ഉടൻ തന്നെ അവർ കൊർന്നല്യോസ് 2 പേരെ അയക്കുകയാണ്. 2 പേരുടെ കൂടെ തൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഭക്തനായൊരു പടയാളിയും കൂടെ അയക്കുകയാണ്. ആമേൻ. വെറുതെ 2 പേര് പോയാൽ പോരാ. ആമേൻ. കൊർന്നല്യോസിനെ സ്തോത്രം, പത്രോസിനെ ദൈവഭക്തൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ദൈവഭക്തനായ ഒരു മനുഷ്യനോട് വേണം. അപ്പം നമുക്കൊരു 6-ാമത്തെ ഗുണമായിട്ട് വേണേൽ പറയാം, ഒരു പക്വതയുള്ളവനായിരുന്നു കൊർന്നല്യോസ്. ആമേൻ, സ്തോത്രം. അങ്ങനെ 6-ാമത്തെ ഗുണമായിട്ട് പക്വതയുള്ളവൻ നമുക്ക് കാണാൻ. അതെ, അവർ 3 പേരും കൂടെ യോപ്പയിലേക്ക് പോവുകയാണ്. യോപ്പയിൽ ചെന്ന് അപ്പോൾ ഇതേ സമയം തന്നെ പത്രോസിനും ദൈവം ഒരു ദർശനം കൊടുക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ആ തുപ്പട്ടിയുടെ ദർശനം കാണിക്കുകയാണ്. ഒരുപാട് ആത്മീയ അർത്ഥങ്ങളുള്ളതാണ്. ഭൂമിയിലെ ഇഴജാതികളും പറവകളും ജന്തുക്കളും എല്ലാം അടങ്ങിയ ആ തുപ്പട്ടി ഉണ്ടായിരുന്നു. പത്രോസ് പ്രാർത്ഥിക്കാൻ വെണ്മാടത്തിൽ കയറിയപ്പോൾ വിശന്ന് ഭക്ഷിക്കാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ദർശനം കാണുന്നത്. അപ്പോഴാണ് അറുത്ത് ഭക്ഷിക്കുക. ആ ഭാഗമൊക്കെ വിശദമായിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അറുത്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. അപ്പം പത്രോസ് പറയുന്നൊരു വാചകമുണ്ട്, മലിനമായതോ, സ്തോത്രം, ഒന്ന് വായിക്കാമോ അത്? മലിനമോ അശുദ്ധമായതൊന്നും ഒരു നാൾ നിന്നുകയില്ല എന്ന് പറഞ്ഞ് പറയുകയാണ്. അപ്പോൾ ആ ശബ്ദം അവനോട്, ദൈവം ശുദ്ധീകരിച്ചതിനെ അവൻ മലിനമെന്ന് വിചാരിക്കരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു. മതി, ദൈവം ശുദ്ധീകരിച്ചതിനെ നമ്മൾ മലിനമെന്ന് കാണരുത്. അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടായി. തുപ്പട്ടി ആകാശത്തിലേക്ക് തിരിച്ചെടുത്തു. എന്താണ് ഈ ദർശനമെന്ന് പത്രോസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൊർന്നല്യോസ് അയച്ച 3 പേര് താഴെ വന്ന് ഇന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ ഇങ്ങനൊരു സുവിശേഷമൊക്കെ പറയാൻ പോകുന്നൊരു മനുഷ്യനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഉടൻ തന്നെ പത്രോസിന് വീണ്ടും ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടാകുകയാണ്. കൊർന്നല്യോസ് അയച്ച 3 പുരുഷന്മാർ താഴെ വന്ന് നിൽക്കുന്നു. നീ അവരെ, ഞാൻ അയച്ചതാണ്, അതുകൊണ്ട് നീ അവരെ ചേർത്ത് കൊള്ളാൻ പറയുന്നു. ആമേൻ, സ്തോത്രം.
അവരെ സ്തോത്രം പത്രോസ് അവരെ ചെന്ന് വിളിച്ചുകൊണ്ട് തൻ്റെ വെൺമാടത്തിലേക്ക് കയറി അവരോട് സംസാരിക്കുകയാണ്. എന്താണ് നിങ്ങൾ വന്നത്? അപ്പോൾ പോയവർ പറയുകയാണ്, ഞങ്ങളുടെ ഓഫീസർ കൊർന്നല്യോസ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. കൊർന്നല്യോസിൻ്റെ ചില ഗുണങ്ങൾ അവിടെ പറയുകയാണ്. ആമേൻ, സ്തോത്രം. എന്താണ് പറയുന്നത്? 22-ാമത്തെ വാക്യം, അവൻ നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപന് നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണം. സ്തോത്രം. ദൂതൻ പറഞ്ഞത് പത്രോസിനെ വിളിക്കാനേ പറഞ്ഞുള്ളൂ. എന്നാൽ അതുകൊണ്ട് അവർ പറയുകയാണ്, നിന്റെ പ്രസംഗം കേൾക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ 3 ഗുണങ്ങളോട് ഇവിടെ കാണുന്നുണ്ട്. ഭക്തനും, സ്തോത്രം, നീതിമാനും സാക്ഷ്യം കൊണ്ടവനും. ആമേൻ. ഭക്തൻ എന്നുള്ളത് നമ്മൾ ആദ്യം എടുത്താണ്, അതുകൊണ്ട് അത് വിട്ട് കളയാം. അപ്പോൾ 2 ഗുണങ്ങളൂടെ വരുന്നുണ്ട്. നീതിമാനായിരുന്നു. ആമേൻ, സ്തോത്രം. നീതിമാനായിരുന്നു. കൊർന്നല്യോസിനെ കുറിച്ച് പറയുകയാണ്, എൻ്റെ കീഴ് ജീവനക്കാർ പറയുകയാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഭക്തൻ എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അടുത്തത് പറയുകയാണ്, സാക്ഷ്യം കൊണ്ടവനാണ്. ആമേൻ, സ്തോത്രം. നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ സാക്ഷ്യം, നമ്മളെക്കുറിച്ചൊരു നല്ല സാക്ഷ്യം പറഞ്ഞാൽ അതിൽ പരം ഒരു ആനന്ദം പറയില്ല, അതിൽ പരം ഒരു സ്ഥാനമില്ല. ആമേൻ, സ്തോത്രം. ഞാൻ ഗവൺമെൻറ്റിലൊക്കെ ഒരുപാട് സേവനം അനുഷ്ഠിച്ചുള്ളൂ. വിവിധ ഓഫീസുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്, വിവിധ തരക്കാരുമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, എപ്പോഴും കീഴ് ജീവനക്കാരുടെ ഒരു പ്രശംസ നമുക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ആമേൻ. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, നമ്മൾ പോകുന്നിടത്ത്, നമ്മൾ വരുന്നിടത്ത്, നമ്മുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മറ്റുള്ളവരെ കൊണ്ട് ഒരു നല്ല സാക്ഷ്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത്. സ്തോത്രം. നമ്മളൊരു സുവിശേഷ പ്രവർത്തനം, ഒരു പ്രസംഗം നടത്തുന്നതിനേക്കാൾ എഫക്റ്റീവാണ് നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ജീവിതം തന്നെയാണ് സുവിശേഷം. സ്തോത്രം. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ സാക്ഷ്യമുള്ളവരായിരിക്കണം. അപ്പോൾ വേഗത്തിൽ പോകാം. അപ്പോൾ പറഞ്ഞു, നിന്നെ വീട്ടിൽ വരുത്തി പ്രസംഗം കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെ, പത്രോസ് ഈ 3 പേരുടെ കൂടെ പോവുകയാണ്. എവിടേക്ക് പോവുകയാണ്? കൈസര്യയിലേക്ക് പോവുകയാണ്. കൈസര്യയിലേക്ക് ചെന്ന പത്രോസും കൂടെ 6 പേരെയും കൂടെ കൂട്ടി കൈസര്യയിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ പത്രോസ് അങ്ങ് സ്തബ്ധനായിപ്പോയി. കൊർന്നല്യോസിൻ്റെ എന്ന് പറയുന്ന പട്ടാള ഓഫീസറുടെ വീട്ടിനകത്തിരുന്നൊരു പ്രസംഗം പ്രസംഗിച്ച് വൈകുന്നേരം പോകാം എന്ന് കരുതി വന്ന പത്രോസ് നോക്കുമ്പോൾ സ്തോത്രം, കൊർന്നല്യോസിൻ്റെ ഭവനം മുഴുവൻ ജനത്തിരക്കാണ്. ഒരു കല്യാണ വീടിൻ്റെ ആളൊക്കെ ഉണ്ട്, പക്ഷേ കല്യാണത്തിൻ്റെ ഒരു ആരവമൊന്നുമില്ല. കല്യാണമല്ല, ഒരു മരണ വീടിൻ്റെ ശാന്തതയുണ്ട്, എന്നാൽ ദുഃഖമല്ല. ആമേൻ, സ്തോത്രം. ദുഃഖമല്ല. പിന്നെയോ ആളുകൾ എന്തോ പ്രതീക്ഷിച്ചു. നമ്മൾ ഈ ബോഡിയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേനും ഒരു നിശബ്ദതയുണ്ട്, എന്നാൽ അവിടെ ദുഃഖമാണ്. എന്നാൽ ഇവിടെ അതൊന്നുമല്ല. അവരെന്തോ വലിയൊരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുന്നു. ആമേൻ, സ്തോത്രം. അവർ വലിയ ആരെയോ എന്തോ കാര്യത്തിന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആളുകളുണ്ട്. ആരാ? കൊർന്നല്യോസിൻ്റെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, അവൻ്റെ ചാർച്ചക്കാർ, ആരൊക്കെയുണ്ടോ അവരെല്ലാം കൂട്ടി വരുത്തിയിരിക്കുകയാണ്. പത്രോസ് ഇത് കണ്ടപ്പോൾ പത്രോസിൻ്റെ ഉള്ളിലെ മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. മനുഷ്യൻ പറഞ്ഞു, സ്തോത്രം, 28-ാം വാക്യത്തിൽ ഒന്ന് വായിക്കാം. അനേകർ വന്നുകൂടിയിരിക്കുന്നത് കണ്ട അവനോട്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നു. പത്രോസിൻ്റെ ഉള്ളിലെ മനുഷ്യൻ പറയുകയാണ്, അശുദ്ധനും ഞങ്ങൾ യഹൂദന്മാർക്ക് അന്യജാതിക്കാരുമായിട്ട് യാതൊരു സംസർഗവും ഇല്ല. ആമേൻ, സ്തോത്രം. അപ്പോൾ എന്നിട്ട് ഉടനെ തന്നെ പറയുകയാണെങ്കിലും ഒരു മനുഷ്യനെയോ അശുദ്ധനോ എന്ന് പറയരുതെന്ന് എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറയുന്നു. എന്നിട്ട് കൊർന്നല്യോസിനോട് ചോദിക്കുകയാണ്, എന്നാലും എന്തിനാണ് കൊർന്നല്യോസ് എന്നോട് വരാൻ പറഞ്ഞത്? അപ്പോൾ കൊർന്നല്യോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. കൊർന്നല്യോസ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദർശനം കണ്ടത് മുതലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. ക്ഷണത്തിൽ ഞാൻ നിൻ്റെ അടുക്കൽ ആളയച്ചു. 33-ാമത്തെ വാക്യം, നീ വന്നത് ഉപകാരം. ആമേൻ, സ്തോത്രം. കൊർന്നല്യോസ് പറയാണ്, കർത്താവ് നിന്നോട് കൽപ്പിച്ചതൊക്കെയും കേൾപ്പാൻ ഞങ്ങളെല്ലാവരും ഇവിടെ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു. ആമേൻ, സ്തോത്രം. കൊർന്നല്യോസ് പറയുകയാണ്, കർത്താവ് എനിക്ക് ദർശനം തന്നത് കർത്താവാണെങ്കിൽ ആ കർത്താവ് നിന്നോട് ചിലത് കൽപ്പിച്ചിട്ടുണ്ട്, അത് കേൾക്കാൻ ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, എൻ്റെ ചർച്ചക്കാർ, എൻ്റെ കുടുംബാംഗങ്ങൾ, എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ രക്ഷ പ്രാപിക്കണം. അതിനെല്ലാവരും ഞങ്ങളിവിടെ കൂടിയിരിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ഞങ്ങൾ കൂടിയിരിക്കുന്നത് എവിടെയാണ്?
ഞങ്ങൾ കൂടി ഈ സ്വീകരണ മുറിയിലും ഈ വീട്ടിൻ്റെ പരിസരത്തൊക്കെ ഇരിക്കുന്നെങ്കിലും ഞങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണ്. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത് എന്തെന്നാൽ ദൈവത്തിന് മുഖപക്ഷമില്ല. പത്രോസ് പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല ഏത് ജാതിയിലും എന്നും, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കും എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായിട്ട് അറിയുന്നു. ജാതികൾ കൂട്ടം കൂടിയിരിക്കുകയാണ് സുവിശേഷം കേൾക്കാൻ. അവരുടെ ആ സുവിശേഷം കേൾക്കാനുള്ള താല്പര്യം, വ്യഗ്രത കണ്ട് പത്രോസിൻ്റെ പറയുകയാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല, അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നതിനെ അവൻ അംഗീകരിക്കുമെന്ന് ഞാൻ യഥാർത്ഥമായിട്ട് ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു, അത് യഹൂദന്മാരുടെ മാത്രമല്ല, ആമേൻ, എല്ലാവരുടെയും കർത്താവായ യേശു ക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം, യോഹന്നാൻ പ്രസംഗിച്ച സ്ഥാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, അവൻ നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ആ ദൈവം അവനോടുകൂടെ ഇരുന്നു കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയത്. അങ്ങനെ സുവിശേഷത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം പറയുകയാണ്. യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഒക്കെ സുവിശേഷം യഹൂദന്മാരുടെ ഇടയിൽ നടത്തിയ പരിവർത്തനം, അവിടെ നടത്തിയ അത്ഭുതങ്ങൾ, അവിടെ നടത്തിയ രോഗസൗഖ്യങ്ങൾ, മുടന്തനെ സൗഖ്യമാക്കിയത്, ആമേൻ, സ്തോത്രം, അതേ, മരിച്ചവരെ ഉയർപ്പിച്ചത്, അങ്ങനെ സുവിശേഷം വരുത്തിയ മാറ്റം പത്രോസ് അവിടെ പറയുകയാണ്. ആമേൻ, സ്തോത്രം. അവിടെ ഒരു 5 പ്രാവശ്യം ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നുണ്ട്. സ്തോത്രം. 41-ാം വാക്യത്തിൽ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിനെ കുറിച്ചെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ സുവിശേഷം വരുത്തിയ ആ മാറ്റങ്ങൾ, സുവിശേഷത്തിൻ്റെ ദൈവവചനം സംസാരിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, ദൈവവചനം പത്രോസ് സംസാരിക്കുകയാണ്. പത്രോസ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആമേൻ, 44-ാം വാക്യത്തിൽ കാണുന്നു, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ആമേൻ, സ്തോത്രം. എല്ലാവരുടെ മേലും, ആമേൻ, അവിടെ ആരൊക്കെ കൂടിയുണ്ടോ അവരുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയാണ്. അവിടെ കൂടിയവരെല്ലാം ദൈവത്തിൻ്റെ വചനം കേൾക്കണം. യെരൂശലേമിലും യഹൂദയിലും ഒക്കെ നടന്ന ആ മാറ്റങ്ങൾ, പരിവർത്തനത്തിൻ്റെ മാറ്റങ്ങൾ, രോഗസൗഖ്യം വരുത്തിയത്, അങ്ങനെ വചനം എന്തൊക്കെ ചെയ്തോ അതെല്ലാം കേൾക്കുവാൻ ഉള്ള വ്യഗ്രതയോടെ വന്നതുകൊണ്ട് ആ കൂടിയിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ആമേൻ, സ്തോത്രം. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ദൈവത്തിൻ്റെ വചനം, ആമേൻ, ശക്തിയും അത് ചൈതന്യമുള്ളതാണ്. ആമേൻ, സ്തോത്രം. അത് വിടുവിക്കുന്നതാണ്. ആമേൻ, സ്തോത്രം. അത് സൗഖ്യം നൽകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം, അതെ, ഒരു വചനം അയച്ചാൽ അത് ആ കാര്യം നിർവഹിച്ചിട്ട് മടങ്ങി വരികയുള്ളൂ. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അവരിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്നു. എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അവർ അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കിയാൽ പത്രോസിനുകൂടി വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകരുന്നത് കണ്ട് വിസ്മയിച്ചു. പത്രോസിൻ്റെ കൂടെ വന്നവർ വിസ്മയിച്ചു പോവുകയാണ്. ആമേൻ, സ്തോത്രം. ഞങ്ങൾക്ക് മാത്രം സ്വന്തമെന്ന് കരുതിയ പരിശുദ്ധാത്മാവ് അന്യഭാഷയൊക്കെ ഇതാ ജാതികളുടെ മേലും വന്നിരിക്കുന്നു. അവർ ജാതികളുടെ മേൽ വന്നത് കണ്ട് അത്ഭുതപ്പെടുകയാണ്. നമുക്കൊരു വാക്യം വായിക്കാം. ദൈവത്തിൻ്റെ വചനം അയച്ചാൽ, ആമേൻ, സ്തോത്രം, അത് എന്തിനു വേണ്ടി ദൈവം അയച്ചോ, കൊർന്നല്യോസിന് ദർശനം കൊടുത്തപ്പോൾ വചനം അയക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. യെശയ്യാപ്രവചനം 55-ാം അധ്യായം 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കും. മഴയും ഹിമവും ആകാശത്തു നിന്ന് വരികയും, അത് ഒന്ന് വായിക്കാമോ? പെയ്യുകയും അത് തിരിച്ചു മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും. അത് മഴ പെയ്യുന്നതിന്, മഴവും ഹിമവും പെയ്യുന്നതിന് ഉദ്ദേശമുണ്ട്. അത് തിരിച്ച് മഴയും ഹിമവും അങ്ങ് പോവുകയില്ല. അത് എന്തിനാണ് വന്നത് അത് നിർവഹിക്കും എന്നപോലെ. ആമേൻ, സ്തോത്രം. അടുത്തത് പോലെ, ആമേൻ, സ്തോത്രം. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം വായിച്ച് അത് വെറുതെ അങ്ങ് തിരിച്ചു പോകത്തില്ല. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. അത് വചനം അയച്ചാൽ അത് തിരിച്ചങ്ങ് മടങ്ങിച്ചെല്ലാനല്ല അയക്കുന്നത്. ആമേൻ, സ്തോത്രം. അത് എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കും. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം അയച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് എന്ത് നിശ്ചയിച്ചിട്ടുണ്ടോ അത് നടക്കുവാനിടയാകും. ആമേൻ, സ്തോത്രം. അത് നടക്കും.
അത് വചനം അയച്ചാൽ അത് തിരിച്ച് അങ്ങ് പോകത്തില്ല. അത് എന്തിനു വേണ്ടി അയച്ചോ അത് നിർവഹിച്ചിട്ടേ മടങ്ങിപ്പോവുകയുള്ളൂ. ആമേൻ, സ്തോത്രം. ആമേൻ. വലിയ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ആമേൻ, സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേൽ വരുന്നത് കണ്ട് അവർ വിസ്മയിച്ചു. അങ്ങനെ അപ്പോൾ പത്രോസ് പറയുകയാണ്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിച്ചു കൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്ന്, അഭിഷേകം വന്ന്, ആമേൻ, സ്തോത്രം. അവർ അന്യഭാഷ സംസാരിച്ചു. അടുത്ത പടി അവരെ സ്നാനപ്പെടുത്തുവാൻ, എന്നെ വിലക്കാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. പത്രോസ് പറയുകയാണ്. പത്രോസ് അവരെ സ്നാനപ്പെടുത്തി. ആമേൻ, സ്തോത്രം. കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ വന്നൊരു പ്രാർത്ഥന കഴിച്ച് ഒരു പ്രസംഗം പ്രസംഗിച്ച് വൈകുന്നേരം മടങ്ങിപ്പോവാൻ വന്ന പത്രോസ് ഇതാ ജാതികളുടെ ഇടയിൽ വന്ന അത്ഭുതം, വലിയ വലിയ മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ കണ്ട് അവർ അതിൻ്റെ അടുത്ത പടിയായ സ്നാനം ചെയ്തിട്ട് കുറച്ച് ദിവസം അവിടെ താമസിക്കുകയാണ്. ആമേൻ, സ്തോത്രം. ആമേൻ. ദൈവത്തിൻ്റെ വചനം വരുത്തുന്ന മാറ്റങ്ങൾ, ദൈവത്തിൻ്റെ വചനം വരുത്തുന്ന മാറ്റങ്ങൾ, വരുത്തുന്ന പരിവർത്തനങ്ങൾ, അത് ആരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. വചനം ശക്തിയാണ്, വചനം വിടുവിക്കുന്നതാണ്, വചനം മാറ്റമില്ലാത്തതാണ്. വചനത്തിനൊരു മാറ്റവുമില്ല. എന്നാൽ എന്തിനേയും മാറ്റുവാൻ കഴിവുള്ളതാണ് വചനം. ആമേൻ, സ്തോത്രം. കല്ലായ ഹൃദയങ്ങളെ, ആമേൻ, സ്തോത്രം, അത് മെഴുകുപോലെ ആക്കി ഉരുക്കി തീർക്കുവാൻ കഴിവുള്ള വചനമാണ്. ആമേൻ, സ്തോത്രം. മാറ്റമില്ലാത്ത വചനത്തിന് എല്ലാറ്റിനെയും മാറ്റാൻ കഴിയില്ല എന്ന് നാം വിചാരിക്കുന്നതിനെ മാറ്റുവാൻ കഴിയും. മനുഷ്യൻ്റെ മനസ്സിനെ പരിവർത്തനം ചെയ്യുവാൻ വചനത്തിനേ കഴിയുള്ളൂ. ആമേൻ, സ്തോത്രം. അങ്ങനെ ചില ദിവസം അവിടെ താമസിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. അങ്ങനെ പത്രോസ് കുറച്ച് ദിവസം അവിടെ താമസിക്കുകയാണ്. അങ്ങനെ താമസിച്ച് അവിടുത്തെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. പത്രോസ് തിരിച്ച് എവിടെ നിന്നാണ് വന്നത്? ആമേൻ, സ്തോത്രം. യോപ്പയിലേക്ക് തിരിച്ചു പോവുകയാണ്. യോപ്പയിൽ തിരിച്ച് എന്ന സ്തോത്രം പത്രോസിനെ യഹൂദന്മാർ വളഞ്ഞു. സ്തോത്രം. യഹൂദന്മാർ പറഞ്ഞ് അന്യജാതിക്കാരുടെ ഇടയിൽ പോവുകയും അവരോട് സംസാരിക്കുകയും അവരോട് ഭക്ഷണപാനീയങ്ങൾ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന നമുക്ക് പറ്റുകയില്ലെന്ന് നിങ്ങൾക്ക് അറിയുന്നതല്ലേ? 11-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിശീലനക്കാർ അവരോട് വാദിച്ചു, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്ന് അവരോട് ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് അപ്പോൾ പത്രോസിനെ ചോദ്യം ചെയ്യുകയാണ്, എന്തുകൊണ്ട് യഹൂദനായ നീ അവിടെ ചെന്ന് ജാതികളോട് ഇങ്ങനെയൊക്കെ ചെയ്തു? അപ്പോൾ പത്രോസ് പറയുകയാണ്, അപ്പോൾ ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു. ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധയിൽ ദർശനം കണ്ടു. പത്രോസ് പട്ടിയുടെ ദർശനമൊക്കെ പറഞ്ഞ് കൊർന്നല്യോസിനെ എൻ്റെ ദൂതന്മാർ വന്നതും അവരോടുകൂടി പോയതും കൊർന്നല്യോസിൻ്റെ ഭവനത്തിലെത്തിയതും അവിടെ ശുശ്രൂഷിച്ചതും ജാതികളുടെ ഇടയിൽ ആത്മാവ് പകരുന്നതും പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കുന്നതും എല്ലാം അവരോട് പറയുകയാണ്. അവരോട് പറഞ്ഞ് അപ്പോൾ 12-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പാർത്ത വീടിന് മുമ്പിൽ നിന്ന് ഒന്നും സംശയിക്കാതെ അവരോട് പോകാൻ. ആമേൻ, സ്തോത്രം. അത് വേണ്ട. അവസാനം 14-ാമത്തെ വാക്യത്തിൽ കൊർന്നല്യോസ് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പത്രോസ് എടുത്ത് അവരോട് പറയുകയാണ്. കൊർന്നല്യോസ് എന്ന മനുഷ്യൻ എന്നെ വിളിച്ചിട്ട് എന്തിനാണെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്, നീയും നിൻ്റെ ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ അവൻ നിന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. ആമേൻ, സ്തോത്രം. ദൂതന്മാർ പറഞ്ഞത്, സ്തോത്രം, കൊർന്നല്യോസ് അയച്ച ആൾക്കാർ പത്രോസിനോട് കൊർന്നല്യോസിനുണ്ടായ ദർശനം പത്രോസിനെ വിളിക്കുക എന്നായിരുന്നു. ദൂതന്മാർ പത്രോസിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നിൻ്റെ പ്രസംഗം കേൾക്കാൻ, വീട്ടിൽ വരുത്തി പ്രസംഗം കേൾക്കാനാന്ന് പറഞ്ഞു. പത്രോസ് കൊർന്നല്യോസിൻ്റെ വീട്ടിലെത്തിയപ്പോൾ പറഞ്ഞത്, കർത്താവ് കൽപ്പിച്ച്, നമ്മൾ വായിച്ചതാണ്, കർത്താവ് കൽപ്പിച്ചല്ല, നിന്നോട് കൽപ്പിച്ചത് കേൾക്കാനാണ് ഞങ്ങൾ ദൈവത്തിന് മുമ്പാകെ കൂടിയിരിക്കുന്നു പറഞ്ഞു. അതേ കാര്യം പത്രോസ് എടുത്ത് പറയുകയാണ്. പത്രോസിനോട് ദൈവം പറഞ്ഞത്, കൊർന്നല്യോസിൻ്റെ ഗ്രഹം മുഴുവൻ രക്ഷിക്കപ്പെടുവാനുള്ള വാക്കുകളെ കൊർന്നല്യോസിനോട് സംസാരിക്കണം. ആമേൻ, സ്തോത്രം. ആമേൻ. ഒരേ കാര്യം 4 രീതിയിലൂടെ നമ്മൾ കാണുന്നതാണ്. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദർശനം, അതെ, പത്രോസിനെ വിളിക്കാൻ പറഞ്ഞതും, അതെ, പത്രോസിനോട് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായതും, അതെ, കൊർന്നല്യോസിൻ്റെ ഗ്രഹം രക്ഷിക്കപ്പെടണം. സ്തോത്രം. രക്ഷ ഒരു മാർഗത്തിലൂടെയുള്ളൂ. ആ രക്ഷ കാണിച്ചു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. സ്തോത്രം. അതുവരെ ധരിച്ചിരുന്നത് നമുക്ക് മാത്രമേ ഇതുള്ളെന്നാ.
ദൈവത്തിന് മുഖപക്ഷമില്ല. ആമേൻ, സ്തോത്രം. ഏത് ജാതിയിലും ഏത് വംശത്തിലും അവൻ്റെ മുഖമോ പൊക്കമോ ഒന്നും നോക്കാതെ, ആമേൻ, സ്തോത്രം, അവൻ വിശ്വസിക്കുന്നവന് ദൈവം കൃപ കൊടുക്കും. ആമേൻ, സ്തോത്രം, സ്തോത്രം കൊടുക്കും. അങ്ങനെ ആദിയിൽ നമ്മുടെ മേലെന്ന പോലെ അവരുടെ മേലും വന്നു. സ്തോത്രം. നമുക്ക് തന്നതുപോലെ അതേ ദാനത്തെ, ദൈവത്തിന് മുഖപക്ഷമില്ല, അവൻ യഹൂദന് കൊടുക്കുന്ന ദാനത്തെ തന്നെ ജാതികൾക്കും കൊടുക്കും. സ്തോത്രം. അതേ ദാനത്തെ അവർക്കും ദൈവം കൊടുത്തു. എങ്കിൽ ദൈവത്തെ തടുപ്പാൻ തക്കവണ്ണം ഞാൻ ആർ? സ്തോത്രം. ദൈവത്തെ തടുപ്പാൻ ഞാൻ ആര്? പത്രോസ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് ദൈവം അവർക്ക് ദാനമായിട്ട് കൊടുത്തെങ്കിൽ അവരെ സ്നാനപ്പെടുത്താതിരിക്കാൻ എനിക്ക് കഴിയില്ല. പത്രോസ് അവരോട് പറയുകയാണ്. ഇതെല്ലാം കേട്ടപ്പോൾ യഹൂദന്മാർക്ക് മതിയായി. അവർ ആ കാര്യങ്ങളെ ഗ്രഹിച്ച് അങ്ങനെ ദൈവം അങ്ങനെ ആയാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി പത്രോസ് അവരോട് പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വാസമായി. അവരത് അംഗീകരിക്കുകയാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുഖപക്ഷമില്ല. അത് ഏത് ജാതിയിൽപ്പെട്ടവൻ അല്ലെങ്കിൽ ജാതികളുടെ ഇടയിലും ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. ആമേൻ, സ്തോത്രം. കൊർന്നല്യോസിൻ്റെ ഒരു 8 ഗുണങ്ങൾ നമ്മളിവിടെ എടുത്തു പറഞ്ഞു. ആമേൻ, സ്തോത്രം. വേറെയും ഗുണങ്ങളുണ്ട് കൊർന്നല്യോസിന്. നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ കൊർന്നല്യോസിന് ഉണ്ട്. എന്നാൽ കൊർന്നല്യോസിനെ ജാതികളുടെ ഇടയിൽ സുവിശേഷം പ്രചരിപ്പിക്കാനുള്ള വലിയ പദ്ധതിയുടെ തുടക്കക്കാരനാക്കിയത് ഈ എഴുതപ്പെട്ട ഞാനിവിടെ പറഞ്ഞ 8 or 10 ഗുണങ്ങൾ കൊണ്ടല്ല. പിന്നെയോ കൊർന്നല്യോസിൻ്റെ ഹൃദയം ദൈവം കണ്ടു. ആമേൻ, സ്തോത്രം. 2-ാമത്തെ വാക്യം വായിക്കാം. 2-ാമത്തെ വാക്യം, അവൻ ദൈവത്തെ ഭയപ്പെടുന്നവനെ ജനങ്ങൾക്ക് വളരെ ധർമ്മം കൊടുത്തും എപ്പോഴും പ്രാർത്ഥിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, എപ്പോഴും പ്രാർത്ഥിക്കുന്നവന് ദൈവം ദർശനം കൊടുക്കുമെന്ന് പറഞ്ഞു. കൊർന്നല്യോസ് എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിരുന്നു. അപ്പോൾ കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്തായിരുന്നു? സ്തോത്രം. യെരൂശലേമിലും യഹൂദയിലും ശമര്യയിലും ഒക്കെ യഹൂദന്മാരുടെ ഇടയിൽ നടന്ന ആ വലിയ മാറ്റം, അവരുടെ ഇടയിൽ നടന്ന അത്ഭുതം, അവരുടെ ഇടയിൽ നടന്ന രക്ഷ എനിക്കും പ്രാപിക്കണം. കൊർന്നല്യോസിൻ്റെ ചിന്ത അതുമാത്രമായിരുന്നു. കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനാ വിഷയം അതുമാത്രമായിരുന്നു. കൊർന്നല്യോസ് പ്രാർത്ഥിച്ച ഏക വിഷയം അദ്ദേഹത്തിൻ്റെ ആ ജോലി കയറ്റത്തിന് വേണ്ടിയല്ല, അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസമല്ല, സമ്പത്തുണ്ടാകണമെന്നല്ല. ആമേൻ. കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന വിഷയം, എനിക്ക് വചനത്തിൻ്റെ അത്ഭുതം പ്രാപിക്കണം, എനിക്ക് വചനത്തിൻ്റെ ആ വിടുതൽ എനിക്ക് പ്രാപിക്കണം, വചനം തരുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എനിക്ക് വേണം, എനിക്ക് ലഭിക്കണം. ആ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. ആമേൻ. മനുഷ്യദൃഷ്ടിയിൽ ശതാധിപൻ എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മതി അവിടെ നോ പറയാൻ. സ്തോത്രം. അതെ, ആ പരിമിതി മാറ്റി നിർത്തുമ്പോൾ ദൈവം കൊർന്നല്യോസിൽ കണ്ടത് കൊർന്നല്യോസിൻ്റെ പ്രാർത്ഥനയായിരുന്നു. എപ്പോഴും പ്രാർത്ഥിക്കുന്ന ശീലം. കൊർന്നല്യോസിൻ്റെ ഗുണങ്ങൾ, ധർമ്മം കൊടുക്കുന്നവൻ, ആ ഭക്തൻ എന്നൊക്കെ നമ്മൾ ഒരുപാട് കണ്ടു, നീതിമാൻ, സാക്ഷ്യമുള്ളവരെന്നൊക്കെ കണ്ടു. ദൈവത്തിന് അതൊന്നും വേണ്ട. ദൈവത്തിൻ്റെ മുമ്പിൽ ഉയരുന്ന പ്രാർത്ഥന മാത്രം മതി ദൈവത്തിന്. ആമേൻ, സ്തോത്രം. നമ്മുടെ ഉള്ളിൽ നിന്നും ആമേൻ, സ്തോത്രം, ഉയരുന്ന പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. ആത്മാവിൻ്റെ നേരായ അഭിലാഷമാണ് പ്രാർത്ഥന. ഉച്ചരിച്ചാലും ഇല്ലെങ്കിലും, ആമേൻ, നമ്മൾ ഔപചാരികമായിട്ട് പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്നും നിരന്തരം ഉയരുന്ന ആമേൻ, സ്തോത്രം, നിരന്തരം ഉയരുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തിയാൽ ദൈവം കേൾക്കും. നാം എന്താണ് പ്രാർത്ഥിക്കുന്നത് ആ വിഷയം ദൈവം നമുക്ക് സാധിച്ചു തരും. ആമേൻ, സ്തോത്രം. എന്നെ കേൾക്കുന്ന യുവാക്കളെ, നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് സമർപ്പിക്കൂ. നിങ്ങൾ എപ്പോഴും ഒന്ന് പ്രാർത്ഥിക്കൂ. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. എപ്പോഴും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വേറെ ഗുണങ്ങളൊന്നും ദൈവം നോക്കില്ല. മുഖമോ സൗന്ദര്യമോ അതേ കളറോ ഒന്നും നോക്കുകയില്ല. മനുഷ്യൻ യോഗ്യത നോക്കുമ്പോൾ യോഗ്യതയില്ലാത്തവനെ ചേർത്ത് പിടിക്കുന്നതാണ് നമ്മുടെ കർത്താവ്. ആമേൻ, സ്തോത്രം. മാനദണ്ഡങ്ങളും യോഗ്യതകളും നോക്കി ഓരോ തിരഞ്ഞെടുപ്പ് മനുഷ്യൻ നടത്തുമ്പോൾ യോഗ്യതയില്ലാത്തവനെ ഇതാ കർത്താവ് ചേർത്ത് പിടിക്കുന്നു. ആമേൻ, സ്തോത്രം. ആ ചേർത്ത് പിടിക്കുന്നവൻ നമ്മുടെ ഉള്ളു കാണും. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ആമേൻ, സ്തോത്രം, അതാണ് കൊർന്നല്യോസിൽ ദൈവം കണ്ടത്, അല്ലാതെ വേറെ ഒരു ഗുണവുമല്ല. ആമേൻ, സ്തോത്രം. വചനം വരുത്തുന്ന അത്ഭുതം, ആമേൻ, സ്തോത്രം, വചനം വരുത്തുന്ന ആ വലിയ മാറ്റങ്ങൾ അവിടെ കൊർന്നല്യോസ് ആ ഭവനത്തിൽ ലഭിക്കുകയാണ്. അങ്ങനെ അവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് നാം കാണുന്നു. ആമേൻ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം
അവതെ ജീവനും ചൈതന്യമുള്ള വചനം, ഉൾനട്ട വചനം. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. അവതെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്ന വചനം, മാറ്റമില്ലാത്ത വചനം, മാറ്റങ്ങൾ വരുത്തുന്ന വചനം. ആ വചനത്തിൽ ആശ്രയിച്ചാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ആമേൻ സ്തോത്രം. നമ്മുടെ കൺവെൻഷൻ്റെ 5 ദിനങ്ങളിലും ദൈവത്തിൻ്റെ വചനം ആമേൻ ഉയർന്നു കേൾക്കണം. യേശുവിനെ ഉയർത്തണം, കർത്താവിനെ ഉയർത്തണം. നമ്മുടെ 5 ദിവസങ്ങളും ഇവിടെ അനുഗ്രഹത്തിൻ്റെ 5 ദിവസങ്ങളായിരിക്കും. ആമേൻ സ്തോത്രം. ദൈവവചനം ഇവിടെ വ്യാപിക്കണം. ആമേൻ സ്തോത്രം. ദൈവവചനം വരുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകണം. ആമേൻ സ്തോത്രം. കൊർന്നല്യോസിനെ ദൈവം തിരഞ്ഞെടുത്തത് അവൻ്റെ ഹൃദയം കണ്ടുകൊണ്ടാണ്. നമ്മുടെ ഹൃദയവും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കിയാൽ, ആമേൻ സ്തോത്രം, എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആ വിഷയം ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുത്തും. നമ്മുടെ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം ഫലമുള്ളതായിത്തീരും. നാം വായിച്ച വാക്യം അതാണ്. ആ തെരഞ്ഞെടുപ്പും ഫലം കായ്ക്കുന്നതാണ്. നമ്മൾ ഫലം കായ്ച്ചത് നിലനിർത്തണം. കൊർന്നല്യോസ് അതേ ഫലം, ആ ജീവിതത്തിൽ ഫലം കായ്ച്ചു. ആ ഫലം നിലനിർത്തി ഞാനും നിങ്ങളും ഇന്ന് ഈ സുവിശേഷത്തിലായിരിക്കുന്നത്, ഇവിടെ ആയിരിക്കുന്നത്, ദൈവസന്നിധിയിലായിരിക്കുന്നതിന് കാരണം ആ തുടക്കം അവിടെയാണ്. ആമേൻ സ്തോത്രം. ആ തുടക്കം അത് നമ്മളെ അങ്ങ് നിത്യത വരെ എത്തിക്കാൻ പ്രാപ്തനാണ്. ആമേൻ സ്തോത്രം. നമുക്കതിനു വേണ്ടി ഒരുങ്ങാം, വചനം ധ്യാനിച്ചുകൊണ്ട്. ആമേൻ സ്തോത്രം. മാറ്റമില്ലാത്ത വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ സ്തോത്രം. അവസരം തന്ന ദൈവദാസനോടും സഭയോടും സെൻട്രൽ കമ്മിറ്റിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ സ്തോത്രം.